തെറ്റുകൾ അതിന്റെ ഗ്രേഡ് എല്ലാം ഒരുപോലെ ആയിരിക്കില്ല. എല്ലാ തെറ്റുകളും ഒരുപോലെയാണോ? വലിയ തെറ്റുകളുണ്ട്, ചെറിയ തെറ്റുകളുണ്ട്. ഒരു ഹറാം ഒരാൾ പരസ്യമായി ചെയ്യുന്നതും രഹസ്യമായി ചെയ്യുന്നതും ഏതാണ് വലിയ തെറ്റ്? പരസ്യമായി ചെയ്യുന്നതാണ്. പല ആളുകളുടെ വിചാരം രഹസ്യമായി ചെയ്യുന്നതാണ് വലിയ തെറ്റെന്നാണ്. അല്ല, ഒരാൾ ഒരു കാര്യം ഒരേ തെറ്റ് അത് രഹസ്യമായി ചെയ്യുക, മറ്റൊരാൾ പരസ്യമായി ചെയ്യുക. ഏതാണ് വലിയ തെറ്റ്? പരസ്യമായി ചെയ്യുന്നതാണ്. ചില ആളുകൾ എന്ത് ചെയ്യും? പരസ്യമായി ചെയ്യും. എന്നിട്ട് പറയും എനിക്ക് ആരും പഠിക്കാം, എനിക്ക് അങ്ങനെ കാപട്യൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ. അത് യഥാർത്ഥത്തിൽ ധിക്കാരമാണത്. അള്ളാഹുവിനെയും മുസ്ലിം സമുദായത്തെയും ഒക്കെ വെല്ലുവിളിക്കലാണത്. ജനങ്ങളെ തെറ്റിലേക്ക് ക്ഷണിക്കലാണത്. ഒരുപാട് മഫ്സദത്ത് അതിന്റെ പിന്നിലുണ്ട്. നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല മുജാഹിറിന്. മുജാഹിർ അവസാന റാആൻ. മുജാഹിർ എന്ന് പറഞ്ഞാൽ തെറ്റ്. ആരാണ് മുജാഹിർ? അവൻ രാത്രി തെറ്റ് ചെയ്യും, എന്നിട്ട് രാവിലെ ജനങ്ങളോട് വിളിച്ചു പറയും ഞാൻ ഇന്നതൊക്കെ ചെയ്തു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് സ്വന്തം തെറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ പണ്ട് ചെയ്തു പോയ തെറ്റുകൾ ജനങ്ങളോട് പറയാൻ പാടില്ല. അള്ളാഹുവിനോടാണ് നീ പറയേണ്ടത്. അള്ളാഹു മറച്ചുവെച്ചത് നീ വെളിപ്പെടുത്തരുത്. അത് മറച്ചുവെച്ചത് നിനക്ക് റബ്ബ് ചെയ്ത അനുഗ്രഹമാണ്. അള്ളാഹു നിന്റെ തെറ്റുകൾ മൂടി വെച്ചു എന്നുള്ളത് അത് നീ പരസ്യമാക്കരുത്. നീ രഹസ്യമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. കഫറ അൻഹും സയ്യിആതിഹിം. കഫറ എന്ന് പറഞ്ഞാൽ മൂടി വെച്ചു എന്നാണ് അതിന്റെ അർത്ഥം. മൂടി വെക്കുക. കാഫിറിന് ഒരർത്ഥമില്ലേ? മൂടി വെക്കുന്ന, വിത്ത് മൂടി വെക്കുന്ന ആളായതുകൊണ്ടാണ് കൃഷിക്കാരനെ എന്ത് പറയുന്നത്? കാഫിർ എന്ന് പറയുന്നത്. കഫറ എന്ന് പറഞ്ഞാൽ പല അർത്ഥം ഉണ്ടെന്ന് കേട്ടില്ലേ? എന്ന് പറയാം. കഫറ എന്ന് പറഞ്ഞാൽ മൂടി വെക്കുക. അള്ളാഹു പരലോകത്ത് പറയും, മുഅ്മിനോട് പറയും, ഞാൻ ഇഹലോകത്ത് നിന്റെ തെറ്റുകൾ മൂടി വെച്ചു, പരലോകത്ത് ഇതാ നിനക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു. എന്നാൽ നമ്മൾ തന്നെ അത് പരസ്യമാക്കിയാൽ അവൻ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ലെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിനോടാണ് തെറ്റുകൾ പറയേണ്ടത്, ജനങ്ങളോടല്ല. അത് അള്ളാഹു നമുക്ക് ചെയ്തെന്ന അനുഗ്രഹമാണ്. മനസ്സിലായില്ലേ? പാതിരിമാരോട് പോയിട്ട് കുമ്പസരിക്കുക എന്നുള്ളത് ഇസ്ലാമിലുണ്ടോ? ഇല്ല. അള്ളാഹു നമുക്ക് നമ്മുടെ ദീനിന്റെ ഇജ്ജത്ത് അതിലുണ്ട്. റബ്ബിനോടാണ് പറയേണ്ടത്, അള്ളാഹുവിനോടാണ് പറയേണ്ടത്.